മാലപ്പടക്കം എന്ന് പറഞ്ഞാൽ പട്ടപടയെന്നായിരിക്കും ചോദ്യങ്ങൾ. നിങ്ങൾ ശരിയോ തെറ്റോ എന്ന് മാത്രമേ പറയാവുള്ളൂ, വേറെ വിശദീകരണങ്ങളൊന്നും നൽകേണ്ട ആവശ്യമില്ല. പക്ഷേ ചോദ്യങ്ങൾ ഇത്തിരി ശ്രദ്ധിച്ച് കേട്ടാലേ അത് ശരിയാണോ തെറ്റാണോ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്യും, മോനോട് തന്നെ ആദ്യം ചോദിക്കാം. പിന്നെ അല്ല, AR റഹ്മാന് 2 ഓസ്കാർ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ₹1 നോട്ട് പുറത്തിറക്കുന്നത് റിസർവ് ബാങ്കാണ്. സാധാരണയായി സാമ്പാറിൽ ഉപയോഗിക്കുന്നത് തുവരപ്പരിപ്പാണ്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ജില്ല തിരുവനന്തപുരമാണ്. കോട്ടയം രാജവംശത്തിൽപ്പെട്ടയാളായിരുന്നു പഴശ്ശിരാജ. ആദ്യത്തെ ചോദ്യം ഞാൻ മോനോട് ചോദിച്ചത്, AR റഹ്മാന് 2 ഓസ്കാർ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. മോൻ പറഞ്ഞ ഉത്തരം തെറ്റ് എന്നാണ്. എന്നാൽ അത് ശരിയാണ്. 2 ഓസ്കാർ പുരസ്കാരങ്ങൾ സ്ലം ഡോഗ് മില്യനയറിന് തന്നെ ആ വർഷം തന്നെയാണ് കിട്ടിയത്, 2009. ഒന്ന് ബെസ്റ്റ് ഒറിജിനൽ സോങ്ങിനും മറ്റൊന്ന് ബെസ്റ്റ് ഒറിജിനൽ സ്കോർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യില്ല, അത് ഗുൽസാറിന്റെ കൂട്ടത്തിൽ ചെയ്തതിനാണ്. അപ്പോൾ ആ വർഷം തന്നെ നമ്മുടെ വിചാരം എപ്പോഴും 2 വർഷവും നമ്മൾ കണക്കാക്കി പോകും. പക്ഷെ ആ വർഷം തന്നെ അദ്ദേഹത്തിന് 2 ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ ഫോട്ടോ നിങ്ങൾ ഇത് ആ സമയത്ത് പത്രത്തിൽ അച്ചടിച്ചു വന്നൊക്കെ കണ്ടാൽ അറിയാം. ഒറ്റ കൈയിലല്ല, ഇങ്ങനെ 2 കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയാണ് ആ സമയത്ത് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. രണ്ടാമത് ഞാൻ ചോദിച്ചത്, ₹1 നോട്ട് പുറത്തിറങ്ങുന്നത് റിസർവ് ബാങ്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മോൻ അത് പറഞ്ഞു ശരിയാണ് എന്ന് പറഞ്ഞു. എന്നാൽ അത് തെറ്റാണ്. ₹1 നോട്ട് പുറത്തിറക്കുന്നത് ധനകാര്യ വകുപ്പ് നേരിട്ടാണ്, റിസർവ് ബാങ്ക് അല്ല. അതിൽ റിസർവ് ബാങ്ക് ഗവർണറല്ല ഒപ്പിട്ടിരിക്കുന്നത്. ₹1 നോട്ട് എടുത്ത് നോക്കിയാൽ സെൻട്രൽ ഫിനാൻസ് സെക്രട്ടറിയാണ് ഒപ്പിട്ടിരിക്കുന്നത്, കേന്ദ്ര ധനകാര്യ സെക്രട്ടറി. പിന്നെ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ജനിക്കുമ്പോൾ ₹1 തുല്യം 10 രൂപയായി. 10ന്റെ നോട്ടിനെ പറ്റി ചോദിച്ചാലേ അറിയുള്ളൂ. 1ന്റെ നോട്ട് ചിലപ്പം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത ചോദ്യം ഞാൻ ചോദിച്ചത്, സാധാരണയായി സാമ്പാറിൽ ഉപയോഗിക്കുന്നത് തൂരപ്പരിപ്പാണ്. ശരി എന്ന് നിങ്ങൾ പറഞ്ഞു. അത് ശരിയാണ്, 10 മാർക്ക്. സംഗതി ജീൻസും പാന്റും കോട്ടും ഒക്കെ ആണെങ്കിലും അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടാത്തൊരു ചെറുപ്പക്കാരനാണ് എന്ന് എനിക്ക് മനസ്സിലായി. അടുത്ത ചോദ്യം ഞാൻ ചോദിച്ചത്, കേരളത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ജില്ല തിരുവനന്തപുരമാണ് എന്നുള്ളതാണ്. അത് തെറ്റ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അത് തെറ്റ് തന്നെയാണ്. ഏറ്റവും ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? ആലപ്പുഴ. ബെസ്റ്റ്. മലപ്പുറം. അത് കഴിഞ്ഞാണ് തിരുവനന്തപുരം. ആലപ്പുഴയൊക്കെ ജനസംഖ്യയിലൊന്നും ആയിട്ടില്ല, വളരെ കുറച്ചാണ്, ചെറിയ ജില്ലയാണ്. എന്താ ആലപ്പുഴ ഇത്ര ജനസംഖ്യ എന്നൊക്കെ പറയുന്നത്? മുമ്പ് ഇവിടെ ബ്ലോക്ക് കണ്ടോ വണ്ടിയുടെ? മലപ്പുറം, തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, ഇതാണ് 14 ജില്ലകൾ. ഏതൊക്കെയാണെന്നറിയാമോ? ഒന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറയൂ. കാസർഗോഡ്, കണ്ണൂര്, കൊല്ലം, വേണ്ട. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, വയനാട്, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ഇതാണ് നമ്മുടെ 14 ജില്ലകൾ. എന്നാലേ പറഞ്ഞപ്പോ കാസർഗോഡ് തന്നെ തുടങ്ങിയല്ലോ, താഴെ തന്നെ തുടങ്ങാതെ. കോട്ടയം രാജവംശത്തിൽപ്പെട്ട ആളായിരുന്നു പഴശ്ശിരാജ. അതായിരുന്നു എന്റെ അടുത്ത ചോദ്യം. അത് നിങ്ങൾ തെറ്റെന്ന് പറഞ്ഞു. അത് ശരിയാണ്. കാരണം പഴശ്ശിരാജ വടക്കൻ കേരളത്തിൽ എവിടെയാണെന്നാണ് നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത്. രാജവംശം കോട്ടയമാണ്. അദ്ദേഹം വടക്കൻ കേരളത്തിൽ തന്നെയായിരുന്നു, പക്ഷേ കോട്ടയം രാജവംശത്തിലാണ് നിന്നിരുന്നത്. ഓക്കെ, അപ്പം മോനി മാർക്കിൽ മൊത്തം കിട്ടിയിരിക്കുന്ന മാർക്ക് 20 മാർക്കാണ്. 2 എണ്ണം ശരിയായിട്ടുള്ളൂ. അടുത്തത് നമ്മൾ ചോദ്യം ചോദിക്കാൻ പോകുന്നത്, സരസ്വതി വീണയുടെ മറ്റൊരു പേരാണ് ബിൻ. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രപതി രാജിക്കത്ത് നൽകേണ്ടത് പ്രധാനമന്ത്രിക്കാണ്. പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും നല്ലത് നൈലോൺ വസ്ത്രങ്ങളാണ്. 4 കാൽമുട്ടും ഒരുപോലെ മടക്കാനാവുന്ന ജീവിയാണ് ആന. ലുട്ടാപ്പിയുടെ അമ്മാവനാണ് പുട്ടാലു. നിങ്ങളുടെ ബന്ധമുണ്ടോ? ശരിക്കും നിങ്ങളുടെ ഏതോ അമ്മാവനെ പറ്റി ചോദിച്ചു. പിന്നെ നമ്മുടെ കുഞ്ഞമ്മ ചേച്ചിയുടെ അമ്മയുടെ മോനെ കുഞ്ഞു പ്രായം പോലെ വായിക്കുന്നതല്ലേ. പുരുഷോ അനുഗ്രഹിച്ചോ ഉപദ്രവിച്ചോ എന്ന് നമുക്കിപ്പൊ കാണാം. അതിന്റെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, സരസ്വതി വീണയുടെ മറ്റൊരു പേര് ബിൻ എന്നാണ്. തെറ്റെന്ന് പറഞ്ഞു. ഉത്തരം തെറ്റാണ്. പിടികിട്ടിയില്ലേ? അപ്പം 10 മാർക്ക് കിട്ടി. ഇപ്പൊ ശരിക്കും എന്താണ് ബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതറിയത്തില്ല. രുദ്രവീണയുടെ പേരാണ് ബിൻ എന്ന് പറയുന്നത്. സരസ്വതി വീണയുടെ വേറൊരു പേര് രഘുനാഥ വീണ എന്നുള്ളതാണ്. അപ്പം കറക്കി കുത്തി അടിച്ച് സബാന മേടിച്ചു, 10 മാർക്ക്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രപതി രാജിക്കത്ത് നൽകേണ്ടത് പ്രധാനമന്ത്രിക്കാണ്. തെറ്റെന്ന് പറഞ്ഞു. ഉത്തരം തെറ്റ് തന്നെയാണ്. ശരിക്ക് നമ്മുടെ ഒരു ഭരണഘടന സംബന്ധിച്ചിടത്തോളം എനിക്ക് രാജിക്കത്ത് കൊടുക്കണം, എന്നേക്കാൾ മുകളിലുള്ള ഒരാൾക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. രാഷ്ട്രപതിയാണ് ദ ഫസ്റ്റ് പേഴ്സൺ. അയാൾ ആർക്ക് രാജിക്കത്ത് കൊടുക്കും? ശരിയാണോ തെറ്റാണോ അറിയത്തില്ല, എന്നാലും പറയാം, സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസിനാണെന്ന് തോന്നുന്നു. നിങ്ങൾ കറക്കി കുത്തി ഒന്ന് ശരിയായി. അതുപോലെ തന്നെ കറക്കി കുത്തി രണ്ടാമത് ലോക പരാജയമായി പോയി. സത്യം പറഞ്ഞ ഉപരാഷ്ട്രപതിക്കാണ് രാജിക്കത്ത് കൊടുക്കേണ്ടത്. അത്രേ ഉള്ളൂ. ഇന്ത്യയിൽ ആകെപ്പാടെ ഡെസിഗ്നേഷൻ തന്നേക്കാൾ താഴെയുള്ള ഒരാൾക്ക് രാജിക്കത്ത് കൊടുക്കേണ്ടി വരുന്ന ഒരേ ഒരാൾ രാഷ്ട്രപതിയാണ് കേട്ടോ. പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും നല്ലത് നൈലോൺ വസ്ത്രങ്ങളാണെന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾ തെറ്റ് എന്ന് പറഞ്ഞു. ഉത്തരം തെറ്റ് തന്നെയാണ്. 10.
പിന്നെ എന്ത് വസ്ത്രങ്ങളാണ് നമ്മൾ പാചകം ചെയ്യുമ്പോൾ ധരിക്കേണ്ടത്? കമ്പിളിയാണോ? അല്ല, പിന്നെ കോട്ടൺ വസ്ത്രങ്ങൾ. കോട്ടൺ വസ്ത്രങ്ങളാണ് പാചകം ചെയ്യുമ്പോൾ ധരിക്കുന്നത്. പരുത്തി വസ്ത്രങ്ങളാണ് ധരിക്കാനായിട്ട്. അത് തീ പിടിക്കാൻ ഏറ്റവും പാടാണ്. ഏറ്റവും മെല്ലെ തീ പിടിക്കുന്ന സാധനമാണ് പരുത്തി. അതുകൊണ്ടാണ് അത് പറയുന്നത്. 4 കാൽമുട്ടും ഒരുപോലെ മടക്കാനാവുന്ന ജീവിയാണ് ആന എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ശരിയെന്ന് പറഞ്ഞു. അത് ശരി തന്നെയാണ്. ശരിയല്ലേ? അതായത് ആനയെ നിങ്ങൾ ഓർത്താലറിയാം, ആനയ്ക്ക് ഇങ്ങനെ ഫ്രണ്ടിലത്തെ കാര്യം ഇങ്ങോട്ട് മടക്കാൻ പറ്റും, ഈ കാര്യം ഇങ്ങോട്ട് മടക്കാൻ പറ്റും. അതുപോലെ ആനയുടെ പുറകെ കൂടെ ആൾക്കാർ ഇറങ്ങുമ്പോൾ ആന ബാക്കിലത്തെ കാലും ഇങ്ങനെ മടക്കും. പക്ഷെ പട്ടിക്കോ പശുവിനോ ഒന്നും ബാക്കിലത്തെ കാര്യം ബാക്കിലോട്ട് മടക്കാൻ പറ്റുള്ള സിസ്റ്റം ഇല്ല. എൻ്റെ അലൈൻമെന്റ് പോയി കിടക്കുക. ആനയ്ക്ക് മാത്രമേ ഈ പരിപാടി നടക്കുള്ളൂ. ബാക്കിലത്തെ കാല് ബാക്കിലോട്ട് മടക്കാൻ പറ്റുന്ന ഒരേ ഒരു ജീവി ആന മാത്രമാണ്. ഇനി അപ്പോൾ അടുത്ത് നമുക്ക് പറ്റുന്ന ചോദ്യം ഉണ്ടായിരുന്നു. ലുട്ടാപ്പിയുടെ അമ്മാവനാണ് പുട്ടാലു. അത് ശരിയാണ്. ഇതാ നോക്കട്ടെ പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാ, അത് ശരിയാ. ആ കാര്യത്തിൽ സംശയമില്ല. ആ ഷെയ്ക്കാൻ എന്താണെന്നറിയോ, ശിക്ഷമാവും അടുത്ത റൗണ്ടില്. ഇപ്പൊ നിങ്ങൾ കൊണ്ടൊക്കോ, പക്ഷെ അടുത്ത റൗണ്ടിൽ ഞാൻ ശരിയാക്കി തരാൻ ഷെയ്ക്കാനാണ്. 50 മാർക്കാണ് ഒരൊറ്റ റൗണ്ട് മുതൽ ജീവിതം മാറ്റി മറിക്കാന്ന് പറയുന്നത് ഇവിടെയാണ്. റെഡി? അമൃതവർഷിണി രാഗം പാടിയാൽ മഴ പെയ്യുമെന്നാണ് വിശ്വാസം. ശരിയാണ്. ഞണ്ടിന് 8 കാലുണ്ട്. ശരിയാണ്. കേരള തീരത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന മത്സ്യമാണ് നത്തോലി. ശരിയാണ്. മമ്മൂട്ടിയുടെ യഥാർത്ഥ പേരാണ് മുഹമ്മദ് കോയ. തെറ്റ്. പടവലങ്ങയുടെ ഇംഗ്ലീഷ് ആണ് സ്നേക്ക് ഗ്വാഡ്. ശരിയാണ്. നോക്കാം. ആദ്യം ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. അമൃതവർഷിണി രാഗം പാടിയാൽ മഴ പെയ്യുമെന്നാണ് വിശ്വാസം. അപ്പോൾ പറഞ്ഞു ശരി എന്ന്. ഉത്തരം ശരി തന്നെയാണ്. പിന്നെ ഞാൻ ചോദിച്ചു ഞണ്ടിന് 8 കാലുണ്ടെന്ന്. അപ്പൊ ശരി എന്ന് പറഞ്ഞു. അത് ശരി തന്നെയാണ്. ഞണ്ടിന്റെ കാലിന് വേറൊരു പ്രത്യേകത എന്താ അറിയാമോ? അത് ചെറിയ ചെറിയ കറികളായിരിക്കും. ഞണ്ടുകളെ എങ്ങനെ 8 കാലൊക്കെ എങ്ങനെ അറിഞ്ഞു ഞണ്ടിന്റെ? അത് പണ്ട് വീട് പാടത്തിന്റെ അവിടെയാണ്. അപ്പം കൊച്ചിലേക്ക് കുട്ടികളുടെ കൂടെ ഒക്കെ കളിക്കാൻ പോകുന്ന സമയത്ത് ഈ ഞണ്ട് പ്രസവിക്കും. അത് അപ്പൊ അതിന്റെ ആ തോട് പൊളിച്ചു കഴിഞ്ഞാൽ എന്റെ കുട്ടികൾ ഇങ്ങനെ പുറത്തിരുന്ന് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഞണ്ട് ഇങ്ങനെ മലർന്നിട്ടാണല്ലോ നോക്കുക. അപ്പൊ 8 കാല് കണ്ടിട്ടുണ്ട്. 8 കാല് കണ്ടിട്ടുണ്ട് അല്ലേ? അതെ. 8 കാലിന്റെയും പ്രത്യേകം ഞണ്ടിന്റെ കാല് മാത്രം മുറിഞ്ഞാൽ വളരും എന്നുള്ളതാണ്. ഓ, അതറിയില്ലായിരുന്നു. പേട്ട പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഞണ്ടിനെ എടുത്ത് ശ്രദ്ധിച്ചു നോക്കിയാല് ഈ ഞണ്ടിന്റെ മുന്നിലത്തെ 2 കാലൊഴിച്ച് ബാക്കി എല്ലാ കാലും പല വലിപ്പത്തിലൊക്കെ കാണാം. ചില ഞണ്ടിന് 2 കാല് ചെറുതും 2 കാല് അത് മുറിഞ്ഞിട്ട് വളർന്നു വരുന്നതുകൊണ്ടാണ്. ഇനിയും ഞണ്ടിനെ കണ്ടിട്ടില്ലെങ്കിൽ സ്റ്റീഫൻ ദേവസി കീബോർഡ് വായിക്കുമ്പോൾ അയാളുടെ കൈയിട്ട് നോക്കിയാൽ മതി. ഞണ്ട് പോണ പോലെ ഇങ്ങനെ പോണ പറ്റും. കൈയുടെ ക്ലോസപ്പ് കാണിക്കും ഇടയ്ക്കിടയ്ക്ക്. കറക്റ്റ് ഞണ്ടിന്റെ ഒരു ഫീൽ കിട്ടും. നമുക്ക് ഈ ഞണ്ടിനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഞണ്ടിനെ വെച്ച് നമുക്ക് ജീവിതകാലം മുഴുവൻ കഴിച്ചൂടെ? മുറിച്ച് കഴിച്ച് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് പോത്തിനെ കഴിക്കണമെന്നുണ്ട്. പോത്തിന്റെ ശരീരത്തിൽ നിന്ന് 1 കിലോ ഇറച്ചി വെട്ടിയെടുത്ത് കറി വെച്ച് എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ പോത്തിന് ഇറച്ചി വരും. ആ 1 കിലോ എടുക്കാവുള്ളൂ. പോത്തിന്റെ തല വെട്ടി എടുക്കരുത്. 1 കിലോ ഞണ്ട് കാശ് കൊടുത്ത് മേടിച്ച് തന്നു. ഒരു ഞണ്ടിന്റെ കാല് മുറിച്ച് തിന്നുന്നതിനെ പറ്റി എങ്ങനെ ചിന്തിക്കാൻ മനസ്സ് വരുന്നു എന്നുള്ളതാണ് കേട്ടാ. അപ്പൊ അടുത്ത ചോദ്യം. കേരള തീരത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന മത്സ്യമാണ് നത്തോലി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങളത് ശരി എന്ന് പറഞ്ഞു. എന്നാൽ അത് തെറ്റാണ്. ഏത് മീനാണ് കേരള തീരത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്നതെന്ന് അറിയാമോ? മത്തി. അതാണ് മത്തി താഴെ എന്ന് പറഞ്ഞ കേട്ടില്ലേ? അതാണ് മത്തി. ആ അടുത്ത ഞാൻ ചോദിച്ച ചോദ്യം. മമ്മൂട്ടിയുടെ യഥാർത്ഥ പേരാണ് മുഹമ്മദ് കോയ. അപ്പൊ മോള് തെറ്റെന്ന് പറഞ്ഞു. ഉത്തരം തെറ്റാണ്. 10 മാർക്ക് അതിന് കിട്ടി. മുഹമ്മദ് കുട്ടി എന്നാണ് മമ്മൂക്കയുടെ ശരിക്കും പേര്. ലാസ്റ്റ് വളരെ കോൺഫിഡൻസോടെ പറഞ്ഞ ഉത്തരവാണ്. പടവലങ്ങയുടെ ഇംഗ്ലീഷ് ആണ് സ്നേക്ക് ഗ്വാഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്ന് മോള് പറഞ്ഞു. അതിന്റെ ഉത്തരവും ശരി തന്നെയാണ്. എന്റെ രൂപം കൊണ്ടിട്ടാണ് ഈ പടവലങ്ങ സ്നേക്ക് ഗാർഡ് എന്നൊക്കെ പേര് വരുന്നത് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് 40 മാർക്ക് തനിക്കും കിട്ടി. 50 മാർക്ക് ഇവിടെ, 40 മാർക്ക് ഇവിടെ. തൊട്ടു പുറകിൽ 20 മാർക്ക്. അതിന്റെ പകുതി മാർക്കുമായിട്ട് എന്റെ സുഹൃത്ത് നിൽക്കുകയാണ്. ഈ റൗണ്ടിൽ നമ്മുടെ മാലപ്പടക്കം റൗണ്ടിൽ പൊട്ടിയ പടക്കങ്ങളിൽ ഒന്ന് തെറിച്ച് പരിക്കേറ്റ് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ഈ ഗെയിമിൽ നിന്നും താൽക്കാലികമായി പുറത്തേക്ക് പോവുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ ഈ സമയത്ത്? ഇവിടെ വരാൻ പറ്റി തന്നെ വലിയ കാര്യമാണ്. എൻ്റെ ഒരു ചേച്ചി പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ഇവിടേക്ക് വന്നത്. പിന്നെ ലൈഫിൽ ഇങ്ങനെ കുറേ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കയറുന്നതിന് മുമ്പ് എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തു. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവിടെ വരെ എത്തിയത്. ഞാൻ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അസറ്റുകളിൽ ഒന്നാണ് അയാളെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സമ്പന്നനാണ്. ശ്രദ്ധിക്കാതെ നിന്റെ പാട്ടും മത്സരവും നോമിന് ഇഷ്ടപ്പെട്ടിരിക്കുന്നു.
രാജാധികാരം ദുർവിനിയോഗം ചെയ്യാതെ എനിക്ക് ഒരു സ്വർണ്ണ കിഴി ഞാൻ സമ്മാനമായി തന്നിരിക്കുന്നു. ഓക്കെ, ഇനി ബാക്കി പുള്ളി തള്ളിക്കോട്ടെ. ബൈ. ബൈ. അല്ല അപ്പൊ ഡാൻസിന് നിൽക്കുന്നില്ലേ? ആ ഡാൻസിനൊക്കെ പുള്ളിക്ക് ആകെ പരിപാടി ഒന്നുമില്ല, പോകണ്ട, അത് പെട്ടുപോയതാ. ഇത് ഞാനാണ് മെയിൻ ഡാൻസർ. മെയിൻ ഡാൻസർ സൈഡിലോട്ട് പാർക്ക് ചെയ്തോ, ആ ഓക്കെ. സൈഡിലോട്ട് പാർക്ക് ചെയ്തോ, അങ്ങോട്ട് പാർക്ക് ചെയ്തോ.